الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റജബ് മാസം കഴിഞ്ഞു, ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ നമ്മുടെ അടുത്തെത്താൻ അധികം ദൂരമില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും അതിലുപരി ഈമാനും തഖ്വയും നൽകി ഏറ്റവും നന്നായി പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിന്റെ അവസാനത്തിൽ പലരും, കൃത്യമായി പറഞ്ഞാൽ റജബ് 27 പ്രത്യേകമായ നോമ്പും ആഘോഷങ്ങളുമൊക്കെയായി മിഅറാജ് രാവ് എന്ന പേരിൽ, മിഅറാജ് ഡേ എന്ന പേരിൽ ഒരാചാരം കൊണ്ടാടുകയുണ്ടായി. എന്നാൽ മിഅറാജ് സത്യമാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ മിഅറാജ് നടന്ന, ഇസ്രാ സംഭവിച്ച മാസവും ദിവസവും ഒക്കെ കൃത്യമായി പറയാൻ
നമ്മുടെ മുന്നിൽ തെളിവുകളില്ല എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചു പോയ സംഗതിയാണ്. ലാ യസിഹു ഫീ തഅയീനി ലൈലത്തിൽ ഇസ്റാഇ വൽ മിഅറാജ് ഹദീസുൻ സാബിത്ത്. ഇന്ന ദിവസമാണ് ഇസ്റാ നടന്നത്, മിഅറാജ് നടന്നത് എന്ന് നിർണയിച്ചു പറയാൻ പറ്റുന്ന ഒരൊറ്റ സ്വഹീഹായ സ്ഥിരപ്പെട്ട ഹദീസുകളും ഇല്ല. വലാ അസറുൻ മുഅ്തബർ, സച്ചരിതരായ മുൻഗാമികളുടെ വാക്കും പരിഗണനീയമായ രീതിയിൽ ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ വ്യക്തമായി ഉത്ബോധിപ്പിക്കുകയുണ്ടായി, ഫൽ ഇഹ്തിഫാലു ബിലൈലത്തി 27 മിൻ റജബ്, റജബ് മാസത്തിലെ 27-ാം രാവ് അത് ഇസ്രാഇന്റെ രാവാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതിന് ലാ അസ്ല ലഹു, യാതൊരു അടിസ്ഥാനവുമില്ല, മിനൻ നാഹിയത്തി താരീഖിയ, ചരിത്രപരമായ വശങ്ങൾ നോക്കുകയാണെങ്കിലും, വല ശർഇയ്യ, മതപരമായ വശം പരിഗണിക്കുകയാണെങ്കിലും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു വാക്കുപോലും ഉണ്ടായിട്ടില്ല എന്നും, ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അത് ഇന്ന ദിവസമാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന രേഖകളും ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇസ്റാഉം മിഅറാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സുപ്രധാനമായ സംഭവങ്ങളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായും പ്രതിപാദിക്കുന്ന സംഗതിയാണ് ഇസ്റാഉം മിഅറാജും ഒക്കെ. അതിലാർക്കും സംശയമില്ല. അതാരെങ്കിലും സംശയിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് മാത്രം മതിയാകും. കാരണം കുഫറാണ്. അള്ളാഹു പറഞ്ഞൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി തവണ ഉണർത്തിയ ഒരു കാര്യം, ഇസ്ലാമിക ലോകത്ത് വിശ്വാസികൾ, സ്വഹാബികൾ അടക്കം പിന്നെ ഇങ്ങോട്ടുള്ള ഏതൊരു സമൂഹത്തിലും ഏതൊരു തലമുറയിലും എല്ലാവരും അതൊരു വിശ്വാസ കാര്യമായി അംഗീകരിച്ച് സമ്മതിച്ചു പോകുന്ന ഒരു കാര്യം. നമ്മൾ ആരെങ്കിലും നിഷേധിക്കുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റായിലെ 1-ാമത്തെ വചനമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാന, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, ഒരു രാത്രിയിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച പടച്ചറബ്. ആ പ്രവാചകനെ, ആ പ്രവാചകന്റെ ശരീരവും ആത്മാവും ഒക്കെ അടക്കം അള്ളാഹു കൊണ്ടുപോയി. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്റാ ഉണ്ട് എന്ന് മിഅ്റാജിലേക്ക് വ്യക്തമായ സൂചന അവിടെ പറയുന്നു. സൂറത്തുൻ നജ്മിൽ വിശദമായി തന്നെ അള്ളാഹു ആ കാര്യവും ഉണർത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഇസ്റാ എന്നാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധിക്കുവാനോ അതിൽ സംശയിക്കുവാനോ പാടുള്ളതല്ല. 1200 കിലോമീറ്ററുകൾ അധികം ദൂരം വരുന്ന പഴയകാലത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഒരു മാസത്തെ വഴിദൂരം സഞ്ചരിച്ചാൽ മാത്രം എത്തിപ്പെടുന്ന ഒരു ദൂരമാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ളത്. അവിടുന്ന് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും ഒരു മാസം. അങ്ങനെ 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടുമായി യാത്ര പോകേണ്ട ഒരു സ്ഥലത്ത് ഒറ്റ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചു വന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് രാപ്രയാണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് ഇസ്രായിനോടനുബന്ധമായി 7 ആകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാനാരോഹണം, ആകാശാരോഹണം നടത്തിയതാണ് മിഅറാജ്, കയറിപ്പോവുക എന്ന സംഗതി. ആകാശങ്ങൾ ഓരോന്നും കയറിപ്പോയി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. സൂറത്തുൻ നജ്മിൽ നമുക്കത് കാണുവാൻ സാധിക്കും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ സുബ്ഹാന അല്ലദീ ഉസ്രിയ ബിഹി ഫീ ലൈലത്തിൻ വാഹിദ ഇലാ മസാഫത്തിൻ ബഈദത്തിൻ ജിദ്ദ, അതിവിദൂരമായ ഒരു സ്ഥലത്തേക്ക് തന്റെ ദാസനെയും കൊണ്ടുപോയ പടച്ചറബ് ഒരു രാത്രിയുടെ അല്പസമയത്ത് വറജഅ ഫീ ലൈലത്തി, അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു. അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഖുദ്റത്തിനെ സംബന്ധിച്ച്, മഹത്വത്തെ സംബന്ധിച്ച് അറിയിക്കുന്ന ഒരു സംഭവമാണ്.
മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്നുള്ളത് അതിന് പ്രത്യേകതയുണ്ട്. മഅദിനുൽ അംബിയാ, പ്രവാചകന്മാരുടെ സംഗമ ഭൂമിയാണ് ഫലസ്തീൻ, മസ്ജിദുൽ അഖ്സ. മിൻ ലദുൻ ഇബ്രാഹിം അൽ ഖലീൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നിരവധി പ്രവാചകന്മാർ വന്ന, ആ പ്രവാചകന്മാർ വസിച്ച നാടാണ് ഫലസ്തീൻ. വലിഹാദാ ജുമിഉ ലഹു ഹുനാക്, അതുകൊണ്ട് തന്നെ ഇസ്രാഇന്റെ രാത്രിയിൽ മിഅ്റാജിന് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരെയും അള്ളാഹു അത്ഭുതകരമായി അവിടെ ഒരുമിച്ച് കൂട്ടി എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമ്മഹും ഫീ മഹില്ലതിഹിം വദാരിഹിം, അവരുടെ ഭവനത്തിൽ, അവരുടെ സ്ഥലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്മാർക്കൊക്കെ ഇമാമായി നിന്ന് നമസ്കരിക്കുകയും ചെയ്തു. ഫദല്ല അലാ അന്നഹു ഹുവൽ ഇമാമുൽ അഅ്ളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സർവ്വ അമ്പിയാക്കന്മാരിലും ഏറ്റവും മികച്ച, ഏറ്റവും മഹാനായ നേതാവ് എന്നുള്ളത് കൂടി അറിയിക്കുന്ന സംഭവമാണ് ആ ഇസ്രായിലും മിഅ്റാജിലും നടന്നത്. വർ റഈസുൽ മുഖദ്ദം, അതേപോലെ തന്നെ എല്ലാവരും പ്രഥമ സ്ഥാനം നൽകി ആദരിക്കുന്ന നേതാവാണ് എന്നുള്ളതും ആ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ എല്ലാവരിലും അള്ളാഹു സലാത്തും സലാമും വർഷിക്കുമാറാകട്ടെ. ഇസ്രാഉം മിഅ്റാജും പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ്, സംശയമില്ല. പക്ഷേ അതിന്റെ മാസവും ദിവസവും ഇന്നതാണ് എന്ന് നിർണയിച്ച് അതിൽ പ്രത്യേകമായ ആഘോഷങ്ങളും ആരാധനകളും സംഘടിപ്പിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. സ്വഹീഹുൽ ബുഖാരിയും അതേപോലെ തന്നെ നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളും കാണുകയും പഠിക്കുകയും ചെയ്ത് സ്വഹീഹുൽ ബുഖാരിക്ക് പ്രത്യേകം ശറഹ് വിവരണം രേഖപ്പെടുത്തിയ ലോകത്തറിയപ്പെടുന്ന അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഫതുഹുൽ ബാരി എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മാത്രം വൈജ്ഞാനിക ലോകത്ത്, പണ്ഡിതന്മാരുടെ ലോകത്ത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും സ്ഥാനത്തെയും അംഗീകരിക്കുന്ന, അടയാളപ്പെടുത്തുന്ന സംഗതിയാണ്. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, തബീനുൽ അജബ് ഫീമാ വറദ ഫീ ഫളി റജബ്. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടുവന്ന കാര്യങ്ങളിൽ പലതും അത്ഭുതകരമായി അത്ഭുതം പ്രകടിപ്പിക്കുന്ന, അത് വിശദമാക്കുന്ന ഒരു ഗ്രന്ഥം എന്ന പേരിലാണ് അദ്ദേഹം അതിന് പേര് നൽകിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നു, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ സിയാമി ശൈഇൻ മുഅയ്യൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക രാവിന് മഹത്വം കൽപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുവാനോ രാത്രി നമസ്കാരം നിർവഹിക്കുവാനോ പര്യാപ്തമായ യാതൊരു തെളിവും ഇസ്ലാമിക ലോകത്ത് പ്രമാണങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ നിഷേധവും അഭിവാദവും അനാചാരങ്ങളും ഒരുപോലെ അപകടമാണ്. ഇസ്രായില്ല മിഅ്റാജില്ല ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് മതയുക്തിവാദികളായ ചിലർ ഒരു ഭാഗത്ത് നിന്ന് പറയുമ്പോൾ, ആ ഇസ്രാഉം മിഅ്റാജും ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അവിടെ അതിനെ ഒരു വലിയ ആഘോഷമായി, വലിയൊരു ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ സമയമായി കണ്ടുകൊണ്ട് പല അനാചാരങ്ങളും സംഘടിപ്പിക്കുന്ന രണ്ട് വിഭാഗങ്ങളും അവർ രണ്ട് ധ്രുവങ്ങളിലായി തെറ്റിപ്പോയ സംഗതിയാണ്. മറിച്ച് സലഫുസ്സാലിഹ്യങ്ങൾ എങ്ങനെയാണ് റജബ് മാസത്തെയും ഇസ്രായിനെയും മിഅ്റാജിനെയും ഒക്കെ കണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എങ്ങനെയാണോ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തത്, അതുപോലെയായിരിക്കണം വിശ്വാസികളായ നമ്മൾ ആ ഒരു വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. റജബ് മാസം കഴിഞ്ഞപ്പോൾ ആ റജബ് മാസത്തിൽ 27-ാം തീയതി അങ്ങനെ ഒരു പ്രത്യേകമായ ഇസ്രായില്ല മിഅ്റാജില്ല ആ ദിവസത്തിലാണ് എന്നതിന് തെളിവില്ല എന്നുള്ളത് കൊണ്ട് ആ ദിവസത്തിലും മാസത്തിലും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും ഇസ്രായിനെ സംബന്ധിച്ചും മിഅ്റാജിനെ സംബന്ധിച്ചും വിശ്വാസികൾ എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പല പാഠങ്ങളും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി, ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ആർക്കും ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ക്ഷമയും സഹനവും കൈക്കൊണ്ട് പടച്ച റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പാരിതോഷികങ്ങൾ പെയ്തിറങ്ങുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്രാഉം മിഅ്റാജും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയങ്കരായ പ്രവാചകന്റെ പിതൃവ്യൻ മരണപ്പെട്ടു പോയ അബൂ ത്വാലിബിന്റെ മരണം സംഭവിച്ച ദിവസം അല്ലെങ്കിൽ മാസം, അതിനോടനുബന്ധമായി തന്നെയാണ് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയങ്കരിയായ പ്രവാചകന്റെ ഒന്നാമത്തെ ഭാര്യ
ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗവും. അങ്ങനെ ഭൗതികമായി നോക്കിയാൽ വലിയ താങ്ങായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സഹായമായി നിലനിന്ന രണ്ടാളുകൾ. അബൂ ത്വാലിബ് വിശ്വാസിയല്ലെങ്കിലും കുടുംബ ബന്ധം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രൊട്ടക്ഷൻ നൽകിയ പ്രവാചകന്റെ ഒരു കസ്റ്റോഡിയനായിരുന്നു അബൂ ത്വാലിബ്. അബൂ താലിബ് ജീവിച്ചിരിക്കുമ്പോൾ ആരും പ്രവാചകന്റെ നേരെ കൈ ചൂണ്ടാൻ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നത് നാം അംഗീകരിക്കുന്ന അറിയുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. ആ അബൂ ത്വാലിബിന്റെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വേദനയുണ്ടാക്കി. അതേപോലെ എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാം കൈയടിച്ച് പ്രവാചകനോട് ചേർന്ന് നിന്ന് പിന്തുണ നൽകിയ കേവലം ഒരു ഭാര്യ മാത്രമായിരുന്നില്ല എന്നർത്ഥം. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ പത്നിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവരും മരണപ്പെട്ടു. ഈ രണ്ട് മരണത്തിന്റെ വേദനയും പ്രയാസങ്ങളും താങ്ങാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ശത്രുക്കളുടെ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ത്വായിഫിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവരൊക്കെ സഹായങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ചെന്നതാണ്. എങ്കിലും അവിടെ കാര്യമായ സപ്പോർട്ട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞാട്ടി വല്ലാതെ കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ചരിത്രം അത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇങ്ങനെ പ്രയാസങ്ങൾക്ക് നടുവിൽ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കി അതിനെയെല്ലാം വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായപ്പോൾ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായൊരു സമ്മാനമായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യും, അവർ പ്രതിരോധിക്കും, അവർക്ക് നേരെ വരുന്ന എല്ലാ ശർറുകളെയും അള്ളാഹു തടുക്കും. വയഹ്മിലു അൻഹും ഇൻദ നുസൂലിൽ മാ ലാ യതഹമ്മലൂൻ, അവർക്ക് സഹിക്കാൻ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികളും ഭാരങ്ങളും അവരിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു അത് ഏറ്റെടുക്കും. ഫയുഖഫിഫു അൻഹും, അതെന്നിട്ട് അവർക്ക് ലഘുവാക്കി കൊടുക്കും. നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത, പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ ഞാനത് തരണം ചെയ്തു എന്ന് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന പല ജീവിത പ്രതിസന്ധികളും ഉണ്ടാകും. ഈമാനും തവക്കുലും ഒരാളുടെ മനസ്സിൽ എത്ര കണ്ട് സ്ട്രോങ് ആണോ, ശക്തമാണോ, അപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ കരുതലും സഹായവും ഉണ്ടാകും എന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. ഇതേ സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി, ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രത്തിൽ അതിനെ രേഖപ്പെടുത്തുന്നത്, ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സങ്കടപ്പെട്ട ആ സന്ദർഭത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയ, പ്രവാചകനുമായി നേരിട്ട് ഒരു ദിബാഷിയില്ലാതെ മറയില്ലാതെ അള്ളാഹു നേരിട്ട് സംസാരിച്ച രംഗമാണ് ഇസ്റാഇൽ മിഅ്റാജിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇൻസ്തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾ അടിയുറച്ചു നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് സ്ഥൈര്യം നൽകും, നിങ്ങളെ അള്ളാഹ് ഉറപ്പിച്ചു നിർത്തും. ആ ഒരു പാഠമാണ് ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും പാഠം നമുക്ക് പകർന്നു തരുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ ഒരു കാര്യം, ഈമാനിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ സാധാ അങ്ങനെ ഒരു വിശ്വാസിയായി രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ച് പിന്നെ നമ്മുടെ ജോലിക്കൊക്കെ പോയി ളുഹർ നമസ്കരിച്ച് അസ്ർ നമസ്കരിച്ച് അങ്ങനെ ഒരു ആവറേജ് ജീവിതത്തിനിടയിൽ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും പരിശോധിക്കപ്പെടുന്ന, അതിനെ കൃത്യമായി മാറ്റുരക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. ആ സന്ദർഭത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞു വന്ന് ഈ സംഭവം സ്വഹാബത്തിനെ അറിയിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായ ആളുകൾക്കിടയിൽ. ഒരു വിഭാഗം ആളുകൾ അതിനെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അവരുടെ നാട്ടു നടപ്പനുസരിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗതിയല്ല. അവരിൽ പലരും മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള മൃഗത്തിന്റെ പുറത്ത് അത്യാവശ്യം വേഗത്തിൽ സഞ്ചരിച്ചാൽ 1 മാസം വേണം അങ്ങോട്ട് പോകാൻ, തിരിച്ചു വരണമെങ്കിലും അങ്ങനെ തന്നെ. ആ ഒരു വഴി ദൂരം ഒരു രാത്രിയുടെ അല്പസമയത്തിൽ പോയി തിരിച്ചു വന്നു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെയും പ്രവാചകനെയും പരിഹസിക്കുവാനും കളിയാക്കുവാനും വിമർശിക്കുവാനും ഒക്കെ പറ്റിയ ഏറ്റവും വലിയ അവസരമായി അതിനെ മുതലെടുക്കുകയും കപട വിശ്വാസികൾ നിറഞ്ഞാടുകയും ചെയ്തു.
ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ, അത് ശരിയാകുമോ എന്ന ചിന്ത സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും അതുപോലെയുള്ള സാഹചര്യങ്ങൾ പല വിഷയങ്ങളിലും കടന്നു വന്നേക്കും. നമ്മുടെ വിശ്വാസത്തെ, ആദർശത്തെ, ഈമാനിനെ മാറ്റുരക്കുന്ന രംഗങ്ങൾ. അപ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് അള്ളാഹു പറഞ്ഞത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പൂർണ്ണമായി സത്യപ്പെടുത്തുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ എന്ന ആ പേരിന് പോലും അർഹരാവുകയുള്ളൂ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസികളുടെ വാക്ക് ഇത്ര മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ. അള്ളാഹ് പറഞ്ഞതിലേക്ക് വരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലേക്ക് വരൂ എന്ന് വിശ്വാസികളോട് പറഞ്ഞാൽ അവർക്ക് മറുത്തൊന്നും ഉണ്ടാവുകയില്ല. അവരുടെ നിലപാട് അൻ യഖൂലു സമിഅനാ വഅതഅനാ, അള്ളാഹു പറഞ്ഞത് എന്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തു തന്നെയാണ് എങ്കിലും ഞങ്ങൾക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത, യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണെങ്കിലും ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞതിനെ മറികടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ വിമർശിച്ച് മാറി നിന്ന് ഒരു നിലപാട് ഞങ്ങൾക്കുണ്ടാവുകയില്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ എല്ലാ വിജയവും കൈവരിച്ചവർ, അവർ ലക്ഷ്യം നേടുന്ന, അവർ ആശങ്കപ്പെട്ട, ഭയപ്പെട്ട എല്ലാറ്റിൽ നിന്നും മുക്തി നേടുന്ന യഥാർത്ഥ വിജയികൾ അവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 51-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചതുപോലെ ഈമാൻ ശരിയാകാത്ത ആളുകളാണ് എങ്കിൽ തെളിവുകൾ എത്ര കൊടുത്താലും, എത്ര തന്നെ വ്യക്തമായ സുവ്യക്തമായ രേഖകൾ അവരുടെ മുന്നിൽ കിട്ടിയാലും അതൊന്നും അവർക്ക് ഫലപ്പെടുകയില്ല. ഈ രണ്ട് വിഭാഗത്തെയും ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്ര സംഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുഫറും നിഫാഖും ഈമാനും ഒക്കെ വേർതിരിയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ എവിടെയാണ് നിൽക്കുന്നത് അതിന്റെ കൂടെ നിൽക്കാം എന്നല്ലൊരു വിശ്വാസി തീരുമാനിക്കേണ്ടത്. എന്റെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ എവിടെയാണോ അവിടെയാണ് ഞാനും എന്നല്ലൊരു വിശ്വാസി തീരുമാനിക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ വാക്ക് എവിടെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ആദർശവും പാഠവും എവിടെയാണ് എന്ന് പരിശോധിക്കാൻ സാധിക്കണം. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ വകുൻ ഫിൽ ജാനിബിൽ ലദീ ഫീഹില്ലാഹു വറസൂലു, അള്ളാഹുവും അവന്റെ റസൂലും ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെയായിരിക്കണം നീ ഉണ്ടാകേണ്ടത്. വഇൻ കാന അന്നാസു കുല്ലുഹും ഫിൽ ജാനിബിൽ ആഖർ, ലോകത്തുള്ള സർവ്വ മനുഷ്യരും മറുഭാഗത്താണ് എങ്കിലും അള്ളാഹ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നതാണ്, അവിടെ നീ ഒറ്റക്കാണെങ്കിലും ആ ശരിയുടെ പക്ഷത്ത് നീ നിൽക്കണം. ഫഇന്ന ലിദാലിക അവാഖിബ്, അതിനാണ് ശുഭപര്യവസാനമുള്ളത്, ഏറ്റവും നല്ല അന്ത്യമുള്ളത്. ഹിയ അഹ്മദുൽ അവാഖിബ്, ഏറ്റവും സ്തുത്യർഹമായ നല്ല സന്തോഷകരമായ പര്യവസാനം അതിനായിരിക്കും. വഅഫ്ളലുഹാ വലൈസ ലിൽ അബ്ദി അൻഫഅ മിൻ ദാലിക ഫീ ദുനിയാഹു ഖബ്ല ആഖിറതി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിന് മുമ്പ് ദുനിയാവിൽ തന്നെ അതിനേക്കാൾ ഉപകാരപ്രദമായ പ്രയോജനകരമായൊരു നിലപാടും ഒരവസ്ഥയും ഉണ്ടാവുകയില്ല എന്ന്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ അടുക്കൽ വിശ്വാസികൾ അതിനോട് പ്രതികരിച്ചതിന്റെ രീതി നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃകയാണ്. കപടവിശ്വാസികളായ ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കലും ചെന്നു. അവിശ്വാസികളായ, ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ മുശ്രിക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വിശ്വാസികളെ പിടിച്ചു ഉലക്കാൻ, പിടിച്ചു കുലുക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ലമ്മാ ഉസ്രിയ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദിൽ അഖ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച ആ സംഭവം, അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അസ്ബഹ യതഹദ്ദസു നാസു ബിദാലിക്, നാട്ടിലാകെ ചർച്ചയായി, വർത്തമാനങ്ങളായി. എല്ലാവരുടെയും അടുക്കൽ ചർച്ചാ വിഷയം ഇതാണ്. ഫർതദ്ദ നാസു മിമ്മൻ ആമന, വിശ്വാസികളായി കടന്നു വന്ന പുതിയ വിശ്വാസികളായ ചില ആളുകളൊക്കെ അതിന്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിച്ച് മുർത്തദ്ദായി പോയി എന്നാണ്. വസഔ ഇലാ അബീ ബക്കർ, അങ്ങനെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെച്ച് അവിശ്വാസികളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ചില ആളുകൾ ചെന്നു. ഫഖാലു ഹൽ ലക ഫീ സാഹിബിക യസ്ഉമു അന്നഹു ഉസ്രിയ ബിഹി ലൈല ഇലാ ബൈത്തുൽ മഖ്ദിസ്, ഈ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിന്റെ സഹോദരൻ, നിന്റെ കൂട്ടുകാരൻ ഒറ്റ രാത്രി പോയി എന്ന് പറയുമ്പോൾ
അത് നീ അംഗീകരിക്കുമോ അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആ വഖാല ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അപ്പൊ അവർ വിചാരിച്ചു പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ തള്ളിക്കളയുമെന്ന്. അപ്പൊ അവർ പറഞ്ഞു, ഖാലു നഅം, അതെ അബൂബക്കർ, താങ്കൾ എന്തിനെ സംശയിക്കുന്നു? താങ്കളുടെ സഹോദരൻ മുഹമ്മദ് ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാല ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യം തന്നെയാണ്. ഇതാണ് ഈമാനുള്ള വിശ്വാസികളുടെ നിലപാട്. അള്ളാഹു പറഞ്ഞതാണ് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എങ്കിൽ അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ ബുദ്ധിക്കും എന്റെ യുക്തിക്കും അതിനോടൊന്ന് പാകപ്പെടാൻ കുറച്ച് സമയമെടുത്താലും ഞാൻ അതിനെ തള്ളുകയോ വിമർശിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന ആ നിലപാട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചപ്പോൾ അവര് പറയാൻ, അവിശ്വാസികളായ ശത്രുക്കൾ, എതിരാളികൾ ചോദിക്കുകയാണ്, വതുസദ്ദിഖുഹു, ഇതും നീ അംഗീകരിക്കുകയോ സത്യപ്പെടുത്തുകയോ അബൂബക്കർ അത്ഭുതകരമാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, ഞാൻ അംഗീകരിക്കുന്നു. ഇന്നി ലഉസദ്ദിഖുഹു ബിമാ ഹുവ അബ്അദ മിൻ ദാലിക്, നിങ്ങളുടെ വീക്ഷണത്തിൽ ഇതിനേക്കാൾ വിദൂരമായ സംഗതി ആ പ്രവാചകന്റെ കാര്യത്തിൽ അംഗീകരിക്കുന്നവനാണ് ഈ അബൂബക്കർ. ഉസദ്ദിഖുഹു ബിഖബരിസ് സമാ, വാനലോകത്ത് നിന്ന് ആ പ്രവാചകന് വഹി വരുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്ന അബൂബക്കറിന് ആ പ്രവാചകന്റെ എല്ലാം നിയന്ത്രിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കിയ അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതിലൊന്നും ഒരു അത്ഭുതമില്ല. ഫലിദാലിക സുമ്മിയ സിദ്ദീഖ്, അന്ന് മുതലാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന ആ മഹാവ്യക്തിത്വത്തിന് സിദ്ദീഖ് എന്നൊരു അപരനാമം കൂടി വന്നത്. അള്ളാഹുവിന്റെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എല്ലാം പൂർണ്ണമായി സത്യപ്പെടുത്തി അംഗീകരിക്കുന്ന സിദ്ദീഖ് എന്നുള്ള പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത് അങ്ങനെയാണ് എന്ന്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ വാക്കിന് എന്താ ഇത്രമാത്രം പ്രത്യേകത? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്ന വ്യക്തിയല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പശു സംസാരിച്ച സംഭവം പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ വളരെ പ്രബലമായ പരമ്പരയോടുകൂടി കൃത്യമായ സനദോടുകൂടിയുള്ള ഒരു സംഭവം. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം, സംസാരിക്കുന്ന ഒരു മൃഗമോ പശുവോ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അന വ അബൂബക്കർ വ ഉമർ, എന്റെ ഏറ്റവും പ്രിയങ്കരരായ ചങ്ങാതിമാർ അബൂബക്കറും ഉമറും അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന സംഗതി അള്ളാഹ് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. ദീനിയായ നിലപാടുകൾ പരീക്ഷിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, അതേപോലെ പ്രമാണങ്ങളുടെ വിഷയത്തിലൊക്കെ കളിയും തമാശയും പരിഹാസവും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുമ്പോൾ ഏതാണ് ശരിയെന്ന് പഠിച്ചു മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ, അവിടെ ഒറ്റപ്പെട്ടാലും സത്യത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുവാനുള്ള ആർജവം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകണം. അതാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ടാമത്തെ ഒരു പാഠം. മൂന്നാമത്തെ ഒരു പാഠം, നമസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും. എല്ലാ കർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളും അള്ളാഹു നമുക്ക് മതപരമാക്കിയത് സ്വാഭാവികമായി വഹയിലൂടെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുക്കുന്ന അറിയിപ്പിലൂടെ. അങ്ങനെയാണ് നമുക്ക് മതമായി നിശ്ചയിച്ചത് എങ്കിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇസ്രാഇന്റെയും മെഹ്റാജിന്റെയും യാത്രയിൽ പടച്ചിറബ് പ്രത്യേകം ക്ഷണിച്ചു വരുത്തി നേരിട്ട് ഏൽപ്പിച്ചു കൊടുത്ത സംഗതിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, യഥാർത്ഥ രീതിയിൽ നിസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മിഅ്റാജാണ്, പടച്ചിറബിലേക്കുള്ള യാത്രയാണ് നിസ്കാരം. ആ നിസ്കാരത്തിലൂടെ റബ്ബുമായി മുനാജാത്ത് നടത്താൻ, സംഭാഷണങ്ങൾ നടത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ആത്മീയമായ ആ യാത്രയിലൂടെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനുള്ള ചവിട്ടുപടിയായി ആ നമസ്കാരത്തെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമ ആദ്യമായി ഹിസാബിന് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന നിസ്കാരത്തെ സംബന്ധിച്ചാണ്.
ആ നമസ്കാരത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലേക്ക് കടക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളും നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ എവിടെയാണ് ഉള്ളത് എന്ന്. ആ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന നിരവധി കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം അള്ളാഹു പറഞ്ഞത് 50 വഖ്ത് നമസ്കാരം ഉമ്മത്തിന് നിയമമാക്കി അള്ളാഹു പറഞ്ഞയക്കുകയാണ്. അതിന്റെ ഗൗരവവും പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്താൻ പിന്നീട് അള്ളാഹു അതിനെ 5 വഖ്താക്കി ചുരുക്കി തന്ന സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. 50 വഖ്ത് അള്ളാഹു നമ്മളോട് ഒരു ദിവസം രാവും പകലുമായി നിർവഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതിന്റെ അവസ്ഥ? 24 മണിക്കൂറിൽ അഥവാ 1440 മിനിറ്റിൽ 50 വഖ്ത് നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ ഓരോ അരമണിക്കൂറിലും അഥവാ 28-29 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത നിസ്കാരം. ഇങ്ങനെ 24 മണിക്കൂറിൽ 50 വഖ്ത് നമസ്കരിക്കാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞാൽ എനിക്കതിനൊന്നും പറ്റൂല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹു വേണമെങ്കിൽ അത് നടപ്പിലാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസവും നമ്മുടെ ബുദ്ധിമുട്ടുകളും അവസ്ഥകളും ഒക്കെ പരിഗണിച്ച് ആ 50നെ 5 ചുരുക്കി തരുമ്പോൾ ആ 5 വഖ്തിൽ പിശുക്ക് കാണിക്കുവാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ 24 മണിക്കൂറിൽ 5 വഖ്ത് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് മാക്സിമം ഏറ്റവും കൂടിയാൽ 1 മണിക്കൂർ മതിയാകും. 23 മണിക്കൂർ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുമ്പോഴും എന്റെ ബിസിനസ്, എന്റെ ജോലി തിരക്ക്, എന്റെ മറ്റു പല കാര്യങ്ങൾ, അതുകൊണ്ട് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, ജമാഅത്ത് കിട്ടിയില്ല, നിസ്കാരം തന്നെ ഒഴിവാക്കുന്ന ആളുകൾ ആലോചിച്ചു കൊള്ളുക. ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ ശ്വാസം നിലച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, അയാളുടെ ഖിയാമത്ത് അവിടെ തുടങ്ങി. പരലോകത്തെത്തിയാൽ ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. അതുകൊണ്ട് ആ 5 വഖ്ത് നമസ്കാരം വഹിയ ഖംസത്തുൻ ബിൽ ഫിഅൽ, നമ്മൾ ചെയ്യുമ്പോൾ 5 നിസ്കാരമേ നിർവഹിക്കുന്നുള്ളൂവെങ്കിൽ വഖംസീന ബിൽ അജ്രി വസ്സവാബ്, അത് അള്ളാഹ് നൽകുമ്പോൾ 50 ഇരട്ടിയായി 50 വഖ്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമായി നൽകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉമ്മത്തിനും അഭിമാനമായി അള്ളാഹു പഠിപ്പിച്ച ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകനും നമുക്കുമൊക്കെ മഹത്വമുള്ള അഭിമാനമാണ് എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ കേട്ടതുപോലെ എല്ലാ നബിമാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ച് ആ പ്രവാചകൻ പരലോകത്തും വരും, അന സയ്യിദു വലദി ആദം, ആദമിന്റെ മക്കളിൽ നേതാവ് ഞാനാണ്, വലാ ഫഖർ, അത് ഞാൻ ദുരഭിമാനം പറയുകയല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ പ്രവാചകന്റെ കൂടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് സ്വീകരിച്ച് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാൻ ആഗ്രഹമുള്ളവരാണോ എങ്കിൽ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി റബ്ബിലേക്ക് മടങ്ങാനും പശ്ചാത്തപിക്കാനും ഇനി അങ്ങോട്ട് ആയുസ് എനിക്ക് അള്ളാഹു നൽകുന്ന കാലമത്രയും ഞാൻ ഫറദായൊരു നമസ്കാരവും ഉപേക്ഷിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ ആ ഇസ്രാഉം മിഅ്റാജും നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കാനും അതനുസരിച്ച് മരണം വരെയും സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ശഅബാൻ മാസത്തിലാണ് എന്ന് പറഞ്ഞു. റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങേണ്ട, തയ്യാറാകേണ്ട രംഗമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ വിത്തിറക്കി തൈകൾ മുളച്ച് വരുമ്പോൾ അതിന് വെള്ളവും വളവും ഒക്കെ നൽകി പരിപോഷിപ്പിച്ച് റമദാനാകുമ്പോൾ അഥവാ റജബും ശഅബാനും കഴിഞ്ഞ് റമദാൻ എത്തുമ്പോൾ ആ കായ്കനികളുടെ വിളവെടുപ്പിനുള്ള അവസരമായി, നന്മകൾ ധാരാളമായി പരലോകത്തേക്കുള്ള യാത്രയിൽ സമ്പാദിക്കുവാനുള്ള അവസരമായി ആ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പടച്ചറബ് നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനുള്ളത്. കഴിഞ്ഞ റമദാനിൽ ഏതെങ്കിലും കാരണത്താൽ ഫർളായ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ, രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ, സ്ത്രീകളാണെങ്കിൽ അവരുടെ മെൻസസ് അല്ലെങ്കിൽ പ്രസവം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെത്രയും വേഗം ആ നോമ്പ് ഖളാ വീട്ടാൻ, എടുത്തു വീട്ടാൻ ശ്രദ്ധിക്കണം. അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അത് വീട്ടുക എന്നത് സലഫുസ്സാലിഹ്യങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ ധാരാളമായി അധികരിപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതുപോലെ അത്ര നോമ്പ്, സുന്നത്ത് നോമ്പ് വേറൊരു മാസത്തിൽ നോമ്പെടുത്തത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തിങ്കൾ, വ്യാഴം, അതേപോലെ അയ്യാമുൽ ബീദ് അല്ലാത്തതും പ്രത്യേകം വിലക്ക് വരാത്ത ദിവസങ്ങളിൽ നമുക്ക് ഐച്ഛികമായി സുന്നത്ത് നോമ്പുകൾ എടുക്കാം. അങ്ങനെ സാധിക്കുന്നവർ സാധിക്കുന്നത്ര സുന്നത്ത് നോമ്പെടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് ശഅബാൻ എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുവാനും അതിന്റെ എല്ലാ നന്മകളും പുണ്യങ്ങളും നേടിയെടുക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب